മീന, പോകൂ, വീട്ടിലേക്ക് പോകൂ. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഈ നിൽക്കുന്ന ഒരേ ഒരു മകളെ എനിക്കുള്ളൂ. അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. നീ കള്ളനാണ്. കാഴ്ചയില്ലാത്ത നിന്നെ ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടില്ല. അലീന നിന്റെ ചതിയിൽ വീണുപോയി. എനിക്കവളെ നിന്നിൽ നിന്ന് രക്ഷിക്കാനും കഴിയുന്നില്ല. അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അതല്ല ഡയലോഗ്. എന്റെ മകളെ നീ മറക്കണം. അതിന് പകരം എന്തും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. കാഴ്ചയില്ലാത്ത നിന്റെ കൂടെ എന്റെ മകൾ ജീവിക്കുന്നത് കാണാൻ ഞാനുണ്ടാവില്ല. അവൾ പിൻവാങ്ങിയില്ലെങ്കിൽ അവൾക്ക് പകരം നിന്നിൽ നിന്ന് നിന്റെ സംഗീതത്തെ ഞാൻ മുറിച്ചെടുക്കും. ഇതുപോലെ മുറിച്ചെടുക്കും. നിങ്ങൾ എന്താണ് കാണിച്ചത്? ഇത് കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇതാണ് എന്റെ പപ്പ. Do you know my father? My father was great. Greater than anyone in this world. നിങ്ങൾക്ക് ഈ കഥ എവിടെ കിട്ടി? അത് മാഡം കഥയില്. No, എനിക്കൊന്നും കേൾക്കണ്ട. I don't want to hear anything. Disperse everybody and clear this college. നിങ്ങൾ ഈ കാണിച്ചത് ക്രൂരതയാണ്. കഥയിലാണെങ്കിൽ പോലും ഇത്രയും വർഷമായി ഞാൻ കാത്തിരിക്കുന്ന മഹേശ്വരന്റെ കൈവിരലുകൾ എന്റെ കൺമുന്നിൽ വെച്ച് വെട്ടി മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കിനി നിങ്ങളെ കാണണ്ട. മോനെ, നീ എന്തായി കാണിച്ചത്? ഒന്നുമില്ല. ഞാനെന്തോ പെട്ടെന്ന് അങ്ങനെ. എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. നേരത്തെ എഴുതിയത് അതായിരുന്നില്ല. അവൻ കൈ വലിച്ചത് നന്നായി, അല്ലെങ്കിൽ അവന്റെ വിരലുകൾ പോയനെ. സപ്തസ്വര മണികൾക്ക് പകരമല്ലേ നമ്മൾ അവിടെ ആ മേശ ഇട്ടത്? അതിലേക്ക് പിടിച്ചു വെച്ചല്ലേ ഞാൻ മഹേശ്വരന്റെ കൈവിരലുകൾ വെട്ടിയത്? അതെ. എന്താ നോക്കുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാരോ വെട്ടിമുറിച്ചത് പോലല്ലേ? എനിക്കുറപ്പാണ് മഹേശ്വരന്റെ കൈവിരലുകൾ ഇവിടെ വെച്ച് ആരോ വെട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ചോരയുടെ മണം കിട്ടുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. Please.